بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1403 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം പരാമർശിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട്. അതിനെ തുടർന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ കേൾപ്പിച്ച അല്ലെങ്കിൽ തന്റെ മകന് നൽകിയ ഉപദേശത്തിന് ചില വിശദീകരണങ്ങൾ അള്ളാഹു ചേർത്ത് പറയുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തിലും അതിന് തുടർന്ന് വരുന്ന ഒരു ആയത്തിലും കൂടിയായിട്ട്. എന്ന് വെച്ചാൽ ഈ 14-ാമത്തെയും 15-ാമത്തെയും ആയത്തുകള് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വാക്കുകളല്ല, മറിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് അതിന്റെ ഭാഷാപരമായ ഘടന തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം. ഞാൻ ആയത്തിലേക്ക് ഇന്ന് 14-ാമത്തെ ആയത്ത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പായി ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലഭ്യമായ ചില അറിവുകൾ വെച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പരാമർശിക്കുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും മുന്നിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ശ്രോതാക്കളായ മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സുപരിചിതനായ ഒരു ചരിത്ര കഥാപാത്രമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. അവരുടെ കൂട്ടത്തിലെ കവികളും പ്രഭാഷകരും അതുപോലെ ബുദ്ധിമതികളായ അല്ലെങ്കിൽ ബുദ്ധിജീവികളായ ആളുകൾ ഒക്കെ തന്നെ പലപ്പോഴും ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പരാമർശിക്കുകയും അദ്ദേഹത്തിന്റെ വളരെയേറെ പരക്കെ വ്യാപകമായ വിധത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങൾ പലപ്പോഴും ഉദ്ധരിക്കുകയും പരാമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശം വന്നപ്പോ അത് വരുന്നതിന്റെ ഒരു സാങ്കത്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്.
ഈ സൂറത്തിന്റെ തുടക്കം മുതൽ ഏകദേശം 11 ആയത്ത് വരെയുള്ള ഭാഗം, അവിടെ അള്ളാഹുവിന്റെ ഏകത്വത്തെ യുക്തിയുടെയും ബുദ്ധിപരതയുടെയും തലത്തില് ബോധ്യപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ബഹുദൈവത്വം എന്ന ആശയം തീർത്തും അടിസ്ഥാനരഹിതമായ മിഥ്യയാണ് എന്നതും വെളിപ്പെടുത്തുകയാണ് ഈ സൂറത്തിന്റെ ആദ്യത്തെ 11 ആയത്തുകളിലായിട്ട്. അപ്പോ ഈ ഒരു സംഗതി ആദ്യമായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പലർക്കും അറിയാവുന്നതും പലരും അത് ഉദ്ഘോഷിച്ചിരുന്നതും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ദൗത്യ നിർവഹണം നടത്തിയിട്ടുള്ളതും ഒക്കെയാണ്. ഇതൊരൊറ്റപ്പെട്ട അപൂർവമായി മാത്രം ആരെങ്കിലും കേൾക്കുന്ന ഒരു ശബ്ദമല്ല. ഈ വിഷയം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആശയം, അതിന് ഏറ്റവും വലിയ അവർക്ക് തന്നെ പരിചയമുള്ള ഒരു തെളിവായിട്ട് ലുഖ്മാൻ അലൈഹിസ്സലാം ജനങ്ങളെ, വിശേഷിച്ച് അദ്ദേഹത്തിന്റെ മകനെയും കുടുംബത്തെയും ഒക്കെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന മഹദ് വചനങ്ങളെ ഖുർആൻ പരാമർശിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ സുപരിചിതനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശത്തിന് ഈ കാര്യം വളരെ ശക്തമായി ഊന്നിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന വിധത്തിലാണ് ലുഖ്മാൻ അലൈഹിസ്സലാമിനെ ഇവിടെ പരാമർശിക്കുന്നതും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജീവിത ദർശനത്തെ സൂചിപ്പിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോ അറബികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപരിചിതനല്ല ലുഖ്മാൻ അലൈഹിസ്സലാം. പക്ഷെ കൃത്യമായിട്ട് അദ്ദേഹം ആരായിരുന്നു എന്നതൊന്നും അവർക്ക് അറിയുകയും ചെയ്യുമായിരുന്നില്ല. പഴയ കാലത്ത് ജീവിച്ച ഒരാള് വളരെ മഹത്തരമായ ജീവിത ദർശനം ഉൾക്കൊണ്ടിരുന്ന, മാതൃകായോഗ്യനായി ജീവിച്ചിരുന്ന ഒരു പുണ്യപുരുഷൻ എന്ന ഒരു തലത്തിൽ മാത്രമാണ് അവർക്ക് അദ്ദേഹത്തെ അവരുടെ സ്മൃതികളിലായിട്ട് അവര് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ലുഖ്മാൻ അലൈഹിസ്സലാമിന് മക്കയിലെ, അതുപോലെ മക്കയുടെ പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ പലർക്കും അറിയാമായിരുന്നു എന്നതിനുള്ള ധാരാളം തെളിവുകൾ ചരിത്രത്തിൽ കാണാം. അതിന്റെ ചില അടയാളപ്പെടുത്തലുകളാണ് ഞാൻ സൂചിപ്പിച്ച ജാഹിലിയ കാലത്തെ കവികളും പ്രഭാഷകരും അതുപോലെ സമൂഹ നേതാക്കന്മാരും ഒക്കെ പലപ്പോഴും ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പരാമർശിക്കാറുണ്ടായിരുന്നു എന്നതും അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരസ്പരം കേൾപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണല്ലോ സൂറത്തുൽ ലുഖ്മാൻ അവതരിക്കുന്നത്. സൂറത്തുൽ ലുഖ്മാന്റെ അവതരണത്തിന്റെ ഏകദേശം ആ ഘട്ടത്തില് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യുന്നതിന്റെ 2-3 വർഷങ്ങൾക്ക് മുമ്പായി ഒരു ഹജ്ജ് വേളയിൽ മദീനയിൽ നിന്ന് മക്കയിലെത്തിയ ഒരു വ്യക്തി, സുവൈദ് ബിൻ സാമിത്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹിജ്റ നിർവഹിക്കപ്പെടുന്നതിന്റെ ഒരു 3 വർഷം മുമ്പുള്ള ഹജ്ജ് വേളയിലാണ് അദ്ദേഹം മക്കയിലെത്തുന്നത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും ഒക്കെ ആ ഹജ്ജ് സന്ദർഭത്തിൽ അവസരം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താല്പര്യപൂർവം ആത്മാർത്ഥതയോടുകൂടി മക്കയില് ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾക്കിടയിൽ തന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും അവരുമായി സംസാരിക്കാനും ഒക്കെ അവസരം കണ്ടെത്തിയ ആ ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ച ജീവിത ദർശനം മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം, ഈ സുവൈദ് ബിൻ സാമിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായത്, പ്രതികരിക്കുകയുണ്ടായത് ഇങ്ങനെയാണ്. ആ പറഞ്ഞ കാര്യം, താങ്കൾ പറയുന്ന അതേ കാര്യം എന്റെ കൈവശമുണ്ട് എന്നാണ് സുവൈദ് ഇബ്ൻ സാമിത്ത് പറയുന്നത്. താങ്കൾ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉണ്ടല്ലോ, ഇപ്പോ
ഞങ്ങളെ കേൾപ്പിച്ച സംഗതികൾ ഇത് എന്റെ കൈവശം നേരത്തെ തന്നെ ഉണ്ട് എന്നാണ് സുവൈദ് ബിൻ സാമിത്ത് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താണ്? അപ്പൊ സുവൈദ് പറഞ്ഞത് ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ഏടുകളാണ്. ലുക്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകള്, ചില ഏടുകള് എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവയിലെ ചില വരികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കേൾപ്പിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ വചനങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധാപൂർവം കേട്ട് അതിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ പറയുകയുണ്ടായത്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ചില വരികള് ഞാൻ താങ്കളെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകള് അദ്ദേഹത്തെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ അദ്ദേഹത്തെ കേൾപ്പിക്കപ്പെട്ട ആയത്തുകള് കേട്ടതിന് ശേഷം സുവൈദ് ബിൻ സാമിത്ത് പറയുന്നത്, തീർച്ചയായിട്ടും ഈ ആയത്തുകള് ശ്രേഷ്ഠത ഉള്ളത് തന്നെയാണ്. ലുക്മാൻ അലൈഹിസ്ലാമിൻ്റെതായിട്ട് അറിയപ്പെടുന്ന എന്റെ കൈവശമുള്ള വചനങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള വചനങ്ങളാണിത് എന്ന് അദ്ദേഹം അംഗീകരിച്ച് പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് ഹജ്ജിന് ശേഷം തിരികെ പോകുന്നു. അങ്ങനെ തുടർന്നുണ്ടായ ഒരു യുദ്ധത്തില്, ബുഗാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തില് ഇദ്ദേഹം മൃതിയടയുകയാണ്. സുവൈദ് ബിൻ സാമിത്ത് എന്ന വ്യക്തി ആ യുദ്ധത്തില് പരിക്കേറ്റ് മരിക്കാനിടയാവുകയാണ്. അദ്ദേഹത്തിന്റെ ഗോത്രക്കാര് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഈ സുവൈദ് ബിൻ സാമിത്ത് എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയില് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പായി വിശ്വസിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പിൻപറ്റുന്ന ഒരു മനോഘടന ഉള്ള വിധത്തിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ്. ഇത് ചരിത്രപരമായി അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമല്ലെങ്കിലും അങ്ങനെ ഒരു അവകാശവാദം അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഉന്നയിച്ചിരുന്നു എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ലുക്മാൻ അലൈഹിസ്സലാം മക്കയിലും മദീനയിലും ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ അവർക്ക് ഫെമിലിയർ ആയിരുന്നു. അവര് പലപ്പോഴും അദ്ദേഹത്തെ ഉദ്ധരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഉയർത്തിക്കൊണ്ട് പരസ്പരം അവർ ഗുണദോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആശയങ്ങൾ, അടിസ്ഥാനപരമായി ഏകദൈവത്വം, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത ദർശനം തന്നെയാണ് ലുക്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പോ ഒരുപക്ഷെ അദ്ദേഹം ഒരു വലിയ പരിഷ്കർത്താവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ പിന്മുറക്കാരനായിട്ട് അദ്ദേഹത്തിന്റെ സമൂഹത്തില് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന വളരെ പ്രശംസനീയമായ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരാളായിരുന്നിരിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചക ദൗത്യം തന്നെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളായിരിക്കണം. വലിയ സാധ്യത പല സൂചനകളിൽ നിന്നും കാണുന്നത് അദ്ദേഹം ഒരു പരിഷ്കർത്താവായിരുന്നു, ഒരു ദാർശനികതയുണ്ടായിരുന്ന, കാര്യങ്ങൾ ആഴത്തിൽ ഉൾക്കൊള്ളുന്ന തത്വചിന്താപരമായ കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്ന, അതുപോലെ ശരിയായ ജീവിത ദർശനം എന്ത് എന്നത് ആലോചിച്ച് ചിന്തിച്ച് പഠന വിധേയമാക്കി തീരുമാനിക്കാനൊക്കെ കഴിഞ്ഞിരുന്ന ഒരു പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അറബികളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വാമൊഴിയായുള്ള പല സംഗതികളിലൂടെയുമാണ്
ലുഖ്മാൻ അലൈഹിസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. ചിലരൊക്കെ അത് എഴുതി സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും അതൊരു ഓറൽ ട്രഡീഷൻ ആയിട്ടാണ്, വാമൊഴിയായിട്ടാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോ ആരാണ് ലുഖ്മാൻ അലൈഹിസ്സലാം? അദ്ദേഹം ഏത് കാലത്താണ് ജീവിച്ചിരുന്നത്? ഏത് നാട്ടിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്? അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്നത് ഏത് പ്രദേശമാണ്? എന്ത് കാര്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയുണ്ടായത്? എത്ര വ്യാപ്തിയും ആഴവുമുള്ള സ്വാധീനമാണ്, ഇമ്പാക്റ്റ് ആണ് അദ്ദേഹം സൃഷ്ടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പരിമിതമായിട്ട് മാത്രമേ നമുക്ക് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു നിരീക്ഷണ പ്രകാരം അദ്ദേഹം ആദ് സമൂഹം, അറേബ്യയിലെ ഏറ്റവും പൗരാണികരായ ഒരു സമൂഹമാണല്ലോ ആദ് സമൂഹം. ഹൂദ് അലൈഹിസ്സലാം ദൗത്യം നിർവഹിച്ച ഒരു സമൂഹമാണ് ആദ് സമൂഹം. ഒരു ഘട്ടത്തില് അള്ളാഹുവിന്റെ താക്കീതുകളെ ലംഘിച്ചുകൊണ്ട് ധിക്കാരപരമായി പ്രവർത്തിച്ച കാരണമായിട്ട് നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ആദ് സമൂഹം. അപ്പൊ ആദ് വംശത്തിലെ അള്ളാഹു ഹൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിലുള്ള ആരുടെയോ ഒരു പിന്മുറക്കാരനായി ജനിച്ച ആളാണ് ലുഖ്മാൻ അലൈഹിസ്സലാം എന്നാണ് ഒരു വീക്ഷണഗതി പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം രക്ഷപ്പെട്ട ആരുടെയോ പിൻഗാമിയായ ഒരാളാണ് അദ്ദേഹം എന്ന്. അതേപോലെ അദ്ദേഹം യമനില് സ്ഥാപിതമായ ഒരു രാജവംശത്തിന്റെ അധിപനായി ഉണ്ടായിരുന്ന, ഒരു ഘട്ടത്തിൽ അതിന്റെ അധിപനായി ഉണ്ടായിരുന്ന ആളാണ് എന്ന ഒരു നിരീക്ഷണം കാണാൻ കഴിയും. വേറൊരു നിരീക്ഷണത്തിൽ അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്നു, അബിസീനിയക്കാരനായ ഒരു അടിമയായിരുന്നു, ഒരു സ്ലേവ് ആയിരുന്നു എന്ന ഒരു നിരീക്ഷണവും കാണാൻ കഴിയും. അതേപോലെ ഈജിപ്തിലെ തൊലി കറുത്ത വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം എന്നും ചില വിവരണങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോ ഇത് എല്ലാം തന്നെ സൂചിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ ആളുകളാണ് എന്നതല്ല, മറിച്ച് ഈ സൂചനകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഫ്രിക്കയിലെ അബിസീനിയയിലെ നൂബിയ എന്ന പ്രദേശത്ത് ജനിച്ച ഒരാളായിരുന്നു ഇദ്ദേഹം എന്നും, അതുപോലെ അദ്ദേഹം അഹ്ഖാഫ് പ്രദേശത്തേക്ക്, അറേബ്യയിലെ അഹ്ഖാഫ് പ്രദേശത്താണ് കൂടുതൽ കാലം അദ്ദേഹത്തിന്റെ യൗവനം മുതൽ അങ്ങോട്ടുള്ള കാലം കഴിഞ്ഞുകൂടുകയുണ്ടായത്. അദ്ദേഹം ജീവിച്ചത് ആ പ്രദേശത്താണ്. അതുപോലെ മാതൃഭാഷ അറബി എന്ന പോലെ അറബി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആഫ്രിക്കൻ പ്രദേശത്ത് നിന്ന് ഈ അറേബ്യയിലെ ആദ് സമൂഹം താമസിച്ചിരുന്ന അഹ്ഖാഫ് പ്രദേശത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഹ്ഖാഫിലേക്കുള്ള വരവ് ഈജിപ്റ്റ് വഴിയായിരുന്നു എന്നൊക്കെയാണ് ഈ വസ്തുതകളെ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി. അപ്പോ ഈ പറയുന്നത് ഒന്നും തന്നെ തള്ളിക്കളയേണ്ടതില്ലാത്ത വിധത്തിൽ ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചിത്രം ലുഖ്മാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതൊക്കെ വലിയ അളവിലും ചരിത്ര വസ്തുതകളെ കോർത്തിണക്കിക്കൊണ്ട് ചില അനുമാനങ്ങൾ നടത്തിക്കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ധാരണയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത്. വലിയ സാധ്യത ഈ ചരിത്ര വസ്തുതകളെ കോർത്തിണക്കിക്കൊണ്ട് രൂപപ്പെടുത്തുന്ന ഈ ധാരണക്ക് വലിയ സ്വീകാര്യതയും വലിയ സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഈ അദ്ദേഹത്തിന്റെ ഭാഷ മുതിർന്ന ആളായ ഘട്ടത്തില് അദ്ദേഹം അറബികൾക്കിടയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നതിനാൽ മാതൃഭാഷ പോലെ അറബി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ വചനങ്ങൾക്ക് അറബികൾക്കിടയിൽ വലിയ പ്രചാരം നേടാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ മഹദ്വചനങ്ങളായിട്ട് മനസ്സിലാക്കപ്പെടുന്ന പല സംഗതികളും, അദ്ദേഹം പഠിപ്പിക്കുന്ന പല ഗുണപാഠങ്ങളും യൂറോപ്പിൽ ഒരു ഘട്ടത്തില് ഈസോപ്പിന്റെ കഥകൾ എന്ന പേരിൽ പ്രചാരത്തിൽ വന്നിട്ടുള്ള പല കഥകളുടെയും ഭാഗമായി മാറിയിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ച ജീവിത പാഠങ്ങളിൽ പലതുമാണ് ഈസോപ്സ് ഫേബിൾസ് എന്ന പേരിൽ യൂറോപ്പിൽ പ്രചാരത്തിൽ, ഇംഗ്ലീഷിലൊക്കെ തന്നെ പ്രചാരത്തിൽ വന്നിട്ടുള്ള പല കഥകളും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെതായി അറിയപ്പെടുന്ന ജീവിത പാഠങ്ങൾ അറബികളിൽ നിന്ന് യൂറോപ്യർക്ക് ലഭിച്ചത് അവര് ചില ഫേബിൾസ് ആക്കി, ചില കഥകളാക്കി പ്രചാരത്തിൽ കൊണ്ടുവരികയായിരുന്നു. അതിലെ പേരുകൾ പലതും ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ പശ്ചാത്തലത്തില് പുനരാവിഷ്കരിക്കപ്പെട്ടതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സ്, പ്രത്യേകിച്ച് ഡെറൻബർഗ് എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് ചില രചനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം, അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഫേബിൾസ് ഡി ലോക്ക്മാൻ ലേ സേജ് എന്നാണ്. ലോക്ക്മാൻ ലേ സേജ് എന്ന് പറഞ്ഞാൽ ലുഖ്മാൻ അൽ ഹക്കീം എന്ന അർത്ഥമാണ് ഫ്രഞ്ച് ഭാഷയിൽ ലഭിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥകൾ എന്ന നിലക്കാണ് ഈ ഒരു പുസ്തകം ഡെറൻബർഗ് എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് എഴുത്തുകാരൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതില് പല സംഗതികളും വിശുദ്ധ ഖുർആന്റെ സൂചനകളോട് യോജിക്കാത്തതായിട്ട് ഉള്ളത് കൊണ്ട് മുസ്ലിം ലോകം അതിന് വലിയ ആധികാരികത നൽകാറില്ല. ഈ പുസ്തകത്തിന് ഓറിയന്റലിസ്റ്റ് രചനയ്ക്ക് അവരുടെ പ്രത്യേകമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതും ഈ ഇസ്ലാമും ഖുർആനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ചരിത്ര വസ്തുതകളെയും ഡിസ്റ്റോർട്ട് ചെയ്ത് അവതരിപ്പിക്കുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ രചനകൾ ധാരാളം ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ ഈ ഫ്രഞ്ച് ഭാഷയിലുള്ള രചനക്കും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഇത്രയൊക്കെയാണ് ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം ആഫ്രിക്കയിലെ അബിസീനിയയോട് അടുത്ത് കിടക്കുന്ന നൂബിയ എന്ന പ്രദേശത്താണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അവിടുന്ന് ഈജിപ്റ്റ് വഴി ഈ അഹ്ഖാഫ് പ്രദേശത്ത് വന്നു ചേർന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ ജീവിതകാലം കഴിച്ചു കൂട്ടുകയുണ്ടായിട്ടുള്ളത്. ഏതോ പ്രവാചകന്റെ ജീവിത ദർശനവും സന്ദേശവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങളാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ കുടുംബത്തോടും അതുപോലെ തന്നെ നാട്ടുകാരോടൊക്കെ പങ്കുവെക്കുകയുണ്ടായിട്ടുള്ളത്. പൗരാണിക അറബികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയങ്ങളായ കാര്യങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായത് എന്നതൊക്കെയാണ് നമുക്ക് ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തിന് ലുഖ്മാൻ അൽ ഹക്കീം, തത്വജ്ഞാനിയായ ലുഖ്മാൻ എന്ന പേരിലാണ് ചരിത്രം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അവതരണത്തെ തുടർന്ന് അദ്ദേഹത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്. കാരണം അത്രയും ഉത്കൃഷ്ടമായ, സാരസമ്പുഷ്ടമായ, അർത്ഥഗാംഭീര്യമുള്ള, ആശയഗാംഭീര്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായത്. അതിനാലാണ് ആ വിധത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടില്
മെഡിക്കൽ സയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പലപ്പോഴും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ലുഖ്മാൻ അൽ ഹക്കീം എന്നത് വൈദ്യശാസ്ത്ര ലോകത്തെ വളരെ പ്രമുഖനായ ആധികാരികതയുള്ള ഏതോ കാലഘട്ടത്തിലെ ഒരു പ്രമുഖനാണ് എന്ന നിലക്കാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കപ്പെട്ട് കേൾക്കാറുള്ളത്. അതിനും ഒരു സാധ്യത ഉണ്ട് എന്നത് ലുഖ്മാൻ അലൈഹിസ്സലാം എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്കൃഷ്ടമായ ആശയങ്ങളും അതുപോലെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ആളായതുകൊണ്ട് ചികിത്സയും രോഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായി അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെ ഒരു തിബുർ റസൂൽ എന്ന പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വൈദ്യശാസ്ത്ര വിജ്ഞാനങ്ങളെ തിബുർ റസൂൽ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈദ്യശാസ്ത്രം എന്ന നിലക്ക് പരിചയപ്പെടുത്തുകയും ആ നിലക്ക് പഠന വിധേയമാക്കപ്പെടുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതുപോലെയൊക്കെ ഒരു ട്രഡീഷൻ ലുഖ്മാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം അതിന് വ്യാപ്തിയും ആഴവും ഒക്കെ ഉണ്ട് എന്നതൊക്കെ അത് വളരെ സൂക്ഷ്മമായി അതിനെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നവർക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷെ അത് സംബന്ധമായിട്ട് അത്ര ആധികാരികതയുള്ള രചനകളോ അല്ലെങ്കിൽ സോഴ്സസോ ലഭ്യമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു പ്രവാചകനായിരുന്നു എന്നത് സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും ആരും മുന്നോട്ട് വെച്ചതായിട്ട് കണ്ടിട്ടില്ല. സൂറത്തുൽ കഹ്ഫില് പരാമർശിക്കപ്പെട്ട മൂസ അലൈഹിസ്സലാം കൂടിക്കാഴ്ച നടത്തിയ ആ വ്യക്തി ഖിളർ അലൈഹിസ്സലാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ ദുൽഖർനൈൻ എന്ന പേരിൽ സൂറത്തുൽ കഹ്ഫിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ഇദ്ദേഹത്തെയൊക്കെ പോലെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഖുർആൻ പരാമർശിക്കുന്ന ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ പ്രവാചകനാണ് എന്ന് തീർത്ത് പറയാൻ സാധ്യമല്ല. പക്ഷേ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായ പ്രമുഖരായ ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ നമുക്ക് അടയാളപ്പെടുത്തി വെക്കുന്നതിന് തടസ്സമൊന്നുമില്ലതാണ്. അപ്പോ നമുക്ക് ഈ ആയത്തിലേക്ക് തിരികെ പോകാം. ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് സാധ്യമാകുന്ന സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെ അള്ളാഹു ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം കേൾപ്പിക്കുകയുണ്ടായല്ലോ. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം എന്നതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ നൽകിയിട്ടുള്ള ഉപദേശം. മകനെ, നീ അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കരുത്. അള്ളാഹുവിന് അവന്റെ ദിവ്യത്വത്തിൽ പങ്കാളികളുണ്ട് എന്ന കാര്യം എന്ന വിധത്തിൽ നീ പറയരുത്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളരുത്. നിശ്ചയമായിട്ടും പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് പങ്കാളികളുണ്ട്, അവന്റെ ദിവ്യത്വത്തിന് വേറെ ചിലർക്കൊക്കെ പങ്കുണ്ട് എന്ന് പറയുന്ന കാര്യം അത് ലദുൽമുൻ അളീം, അതിഭയങ്കരമായ അതിക്രമമാണ്, അല്ലെങ്കിൽ ധിക്കാരമാണ് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് അടിവരയിട്ടുകൊണ്ട് നടത്തിയ ഉപദേശം. അപ്പോ അതിനെ തുടർന്ന് അള്ളാഹു ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഈ കാര്യം ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞ ആ കാര്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം സന്ദർഭത്തിന്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ചേർക്കുകയാണ്. അതിനൊരു പ്രത്യേക സാങ്കത്യമുള്ളത് മക്കയിലെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായ മിക്ക ആളുകളും യുവാക്കളായിരുന്നു. മുതിർന്ന തലമുറയിലുള്ള ആളുകളായിരുന്നില്ല. അപ്പൊ അവിടെ ഒരു ക്ലാഷ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകം തന്നെ മാതാപിതാക്കളെ അനുസരിക്കേണ്ട ഈ ചെറുപ്പക്കാര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ചില ജീവിത ദർശനം ഉൾക്കൊണ്ട് വേറെ ഒരു രീതിയിലുള്ള ജീവിതം തുടങ്ങുകയാണ്
അത് മാതാപിതാക്കളോട് കാണിക്കുന്ന വലിയ നിന്ദയാണ്. റുഖൂഖുൽ വാലിദൈൻ എന്ന് അറബികൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുക എന്നതാണ്, കൃതജ്ഞത കാണിക്കുക എന്നതാണ് അതിന്റെ സൂചന. അനുസരണക്കേടും അവര് പറയുന്നത് കേൾക്കാതിരിക്കലും അതുപോലെ അങ്ങനെ അവരോട് ഇടഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിനാണ് അറബികള് റുഖൂഖുൽ വാലിദൈൻ എന്ന് പറയുന്നത്. വളരെ വലിയ കുറ്റകരമായ ഒരു കാര്യമായിട്ടാണ് അറബികൾ അത് ആ കാലത്ത് തന്നെ മനസ്സിലാക്കാറുണ്ടായിരുന്നത്. ഖുർആൻ അതിനെ ഗണ്ണിക്കുന്നൊന്നുമില്ല. മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്ന വിധത്തില്, അവരോട് നിന്ന കാണിക്കുന്ന വിധത്തിൽ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഏറ്റവും കുറ്റകരമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കുറ്റകരമായ കാര്യമാണ് പടച്ച തമ്പുരാനിൽ മറ്റൊരാളെ പങ്കാളിയായിട്ട് കാണുക എന്നത്. ഏറ്റവും വലിയ കടുത്ത അക്രമമായിട്ട്, ഏറ്റവും വലിയ നുൽമായിട്ട് അള്ളാഹു പരിഗണിക്കുന്നത് അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കാളികളായി കാണുക എന്നതാണ്. ശിർക്കാണ്. ശിർക്കിന് തൊട്ട് ചുവടയായിട്ട് വരുന്ന ഏറ്റവും വലിയ തിന്മയാണ് റുഖൂഖുൽ വാലിദൈൻ. മാതാപിതാക്കളോട് നന്ദികെട്ട വിധത്തിൽ പെരുമാറുക, അവരോട് അനുസരണക്കേട് കാണിക്കുക, അവരെ ധിക്കരിച്ചുകൊണ്ടും അവരെ വെറുപ്പിച്ചുകൊണ്ടും ഒക്കെയുള്ള വിധത്തിൽ പെരുമാറുക എന്നത് അത് ഇൻസ്റ്റന്റ് ആയി അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയൊരു തെറ്റായിട്ട്, വലിയൊരു ഒരു പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ. പക്ഷെ മാതാപിതാക്കള് അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കാൻ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യാൻ ആരെയെങ്കിലും പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശിർക്കിന്റെ വ്യവസ്ഥയിൽ തന്നെ നിലകൊള്ളണമെന്ന് മക്കളെ നിർബന്ധിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം എന്നത് മക്കയിൽ ആ ഘട്ടത്തില് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന യുവാക്കളായ പല ആളുകളുടെയും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിക്കുന്ന സത്യാധിഷ്ഠിതമായ ജീവിത ദർശനം, അത് കടുത്ത ഭാഷയിൽ ആജ്ഞാപിക്കുന്നത് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും ദിവ്യത്വത്തിൽ പങ്കാളികളാക്കരുത് എന്നതാണ്. മറുവശത്ത് ഈ ബഹുദൈവത്വ വിശ്വാസവുമായി കാലങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന മാതാപിതാക്കളും മുതിർന്ന അംഗങ്ങളും ഒക്കെയുള്ള കുടുംബങ്ങൾ, അവര് നൂറ്റാണ്ടുകളായിട്ട് ഒരു പക്ഷേ ആ ശിർക്കിന്റെ വഴിയിലാണുള്ളത്. മക്കള് ശിർക്കിന്റെ വഴിയിൽ നിന്ന് വേർപെട്ടു പോകേണ്ടി വരുമ്പോ അവര് പലരും തന്നെ മക്കള് തെരഞ്ഞെടുത്ത വഴിയാണ് ഹക്ക് എന്നത് മനസ്സിലാക്കാനുള്ള സന്നദ്ധത കാണിക്കുകയല്ല ചെയ്തത്. അവരത് പരിശോധിക്കാനോ പഠിക്കാനോ എന്നിട്ട് മക്കള് തെരഞ്ഞെടുത്ത വഴിയാണ് തങ്ങൾ പിന്തുടർന്നിരുന്ന വഴിയേക്കാൾ ഉത്തമമായത് എന്ന് മനസ്സിലാക്കാനോ ഒന്നും സന്നദ്ധരാവുകയുണ്ടായില്ല എന്നതാണ് ആ ഘട്ടത്തില് യുവാക്കളായ മുസ്ലിങ്ങൾ നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധി. അപ്പോ സ്വാഭാവികമായിട്ടും ഏതോ ഒരു പോയിന്റിൽ വെച്ച്, ഒരു ഘട്ടത്തിൽ വെച്ച് മക്കള് മാതാപിതാക്കളുമായി ഇടയേണ്ടി വരുന്നുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് അവര് സ്വന്തം വഴി വേർപെടുത്തി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സമീപകാലത്ത് ഒരു പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിലായിട്ട്, 5-10 വർഷങ്ങൾക്കുള്ളിലായിട്ട് കേരളത്തിലും ചൂട് പിടിച്ച ഒരു ചർച്ചയായി മാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി വൈദ്യപഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു പെൺകുട്ടി ഇസ്ലാമിനെ ജീവിത ദർശനമായി, സത്യമായ ജീവിത ദർശനമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ രൂപപ്പെട്ടു വന്ന ഒരു സാഹചര്യം, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി ഉണ്ടായ സംഘർഷങ്ങളും കോടതി നടപടികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ ആളുകളും അവരുടെ നിലപാടുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കലും ഒക്കെ ആയിട്ട് പലരും വലിയ ഉപദേശകരൊക്കെ ആയിട്ട് രംഗത്ത് വന്നത് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. മാതാപിതാക്കളെ അനുസരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് പല പ്രമുഖരും രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് നമ്മൾ
ആ ഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ആ വിഷയത്തില് അള്ളാഹു ഇടപെട്ട് സംസാരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലുഖ്മാൻ അലൈഹി ഇസ്ലാം മകന് നൽകിയ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പൊ വസൈനൽ ഇൻസാന, നാം മനുഷ്യനെ ഉപദേശിക്കുകയുണ്ടായി. അതാണ് 14-ാമത്തെ ആയത്തിന്റെ തുടക്കം. അപ്പൊ വസൈനൽ ഇൻസാന, വസ്സ എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നാണ്. വസീയത്ത് എന്നുള്ള വാക്ക് വരുന്നത് അതിൽ നിന്നാണ്, ഉപദേശം. അപ്പോ വസീയത്ത്, വസൈനൽ ഇൻസാന, നാം വളരെ ശക്തമായ ഒരു ഉപദേശം മനുഷ്യന് നൽകുകയുണ്ടായി എന്നാണ് അള്ളാഹു പറയുന്നത്. അൽ ഇൻസാൻ, മനുഷ്യൻ, മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കുമായിട്ട് പടച്ചു തമ്പുരാൻ ശക്തമായ ഒരു ഉപദേശം നൽകുകയുണ്ടായിട്ടുണ്ട്. അതെന്താണ്? ബി വാലിദൈഹി, അത് അവന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. വാലിദ് എന്ന് പറഞ്ഞാൽ വാപ്പയും വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുമാണ്. രണ്ടും ചേർത്ത് പറയുന്ന, പാരന്റ്സ് എന്ന അർത്ഥത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ് വാലിദൈൻ എന്നത്. അപ്പൊ മനുഷ്യനെ തന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു വളരെ ശക്തമായ ഒരു ഉപദേശം അവർക്ക് നൽകുകയുണ്ടായി, മനുഷ്യന് നൽകുകയുണ്ടായിട്ടുണ്ട്. അവരോടുള്ള കടപ്പാട്, അവരോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുത് എന്ന വിധത്തിലാണ് അള്ളാഹു മനുഷ്യന് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഉപദേശം. വസൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യന് നിശ്ചയമായിട്ടും നാം അവന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലിക്കേണ്ട ചില കാര്യങ്ങളിൽ ശക്തമായ ഉപദേശം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു അതിനുള്ള ന്യായമായിട്ട് ചില കാര്യങ്ങൾ ഉയർത്തി കാണിക്കുകയാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, അവന്റെ ഉമ്മ അവശതക്ക് മേൽ അവശതയായിട്ട് അവനെ പേറി നടക്കുകയുണ്ടായതാണ്. അവനെ ഗർഭം ചുമന്ന് മാസങ്ങൾ തന്നെ ആ ഭാരം പേറിക്കൊണ്ട് അതിന്റെ സകല വിധത്തിലുള്ള അവശതകളും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വിധത്തിലുള്ള അവശതകൾ പേറിക്കൊണ്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിക്കുകയുണ്ടായത്, അല്ലെങ്കിൽ ഗർഭം ചുമക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വാപ്പയെ പ്രത്യേകം പരാമർശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഐഡിയലി ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയായ ഭാര്യ തീർച്ചയായിട്ടും ശ്രദ്ധ ലഭിക്കേണ്ടവളാണ്. അവൾക്ക് വേണ്ട ശ്രദ്ധയും പരിചരണവും പരിഗണനയും ഒക്കെ നൽകേണ്ടത് ഭർത്താവാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വാപ്പായും അതിലൊരു പങ്കു വഹിക്കുന്നുണ്ട്. ഭാരം ചുമക്കുന്നത്, ഗർഭം ചുമക്കുന്നത് ഉമ്മയാണ്. പക്ഷെ അതിന്റെ പ്രയാസങ്ങൾ നേരിടുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഉമ്മ തനിച്ചല്ല. അത് ഇംപ്ലൈഡ് ആണ്. മാതാപിതാക്കളെ ഒരുമിച്ച് പരാമർശിച്ചതിന് ശേഷം അള്ളാഹു അതില് കൂടുതൽ പരിഗണന ലഭിക്കേണ്ട ആളെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുകയാണ്. ഒന്നാമത് ഉമ്മ അവനെ ചുമന്നുകൊണ്ട് നടക്കുകയുണ്ടായി, ഗർഭം ചുമന്ന് നടക്കുകയുണ്ടായി. ഹമലത്തുഹു ഉമ്മുഹു എങ്ങനെയാണ്? വഹനൻ അലാ വഹൻ. അതത്ര കംഫർട്ടബിൾ ആയ ഒരു എക്സ്പീരിയൻസ് അല്ല. അത് അവശതയ്ക്ക് മേൽ അവശത, അല്ലെങ്കിൽ ദൗർബല്യത്തിന് മേൽ ദൗർബല്യമായിക്കൊണ്ട്, നേരത്തെ അവശതയുള്ള ആള് ഇപ്പോ കൂടുതൽ അവശത പേറേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഒക്കെയാണ് അവന് ഗർഭം ചുമന്ന് പോന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് വഫിസാലുഹു ഫി അമൈൻ, അവന്റെ ലാക്ടൈറ്റ് ചെയ്യുന്ന ആ കാലം അവസാനിക്കുന്നത്, മുലപ്പാല് നൽകപ്പെടുന്ന കാലം, മുലകുടി നിർവഹിക്കപ്പെടുന്നത് അവസാനിക്കുന്നത് 2 വർഷത്തിനുള്ളിലാണ്. അപ്പൊ അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ 2 വർഷങ്ങൾ പൂർണ്ണമായിട്ടും ആ കുഞ്ഞിന്റെ പരിചരണത്തിന്, അതിന് മുലയൂട്ടുന്നതിന് വേണ്ടി അതിന്റെ പ്രാഥമികമായ ആ സുരക്ഷിതത്വവും വൃത്തിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മനസ്സും ചിന്തയും ആലോചനയും ശരീരവും
ഊർജവും ഒക്കെ പൂർണ്ണമായിട്ട് അതിന് നീക്കി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മറ്റു ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യന്റെ കുഞ്ഞ്. വളരെ ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ ജന്മമെടുക്കുന്നത്. എന്നിട്ട് തന്നെ വർഷങ്ങളോളം അവനെ കെയർ ചെയ്ത് അവന്റെ വളർച്ചയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തി ഇതൊക്കെ പാരന്റ്സ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വസ്തുത. അപ്പോ അവശതയ്ക്ക് മേൽ അവശത ഏറിക്കൊണ്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഫിസാലുഹു ഫി ആമൈൻ, നിലയൂട്ടുക എന്നുള്ള ഒറ്റ വാക്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അത് പറഞ്ഞു തീർക്കാവുന്നതാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ അവളുടെ മുഴുവൻ ജീവിതമാണത്. ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ പഠന രംഗത്തൊക്കെ ഉള്ള ആളുകളുടെ കാര്യം ആലോചിച്ചാല് ചിലപ്പോ അങ്ങനെ വിവാഹം പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർ ഗർഭിണികളായി കുഞ്ഞിനെ മുലയൂട്ടി വളർത്തേണ്ടി വരുന്ന ഒരു ഘട്ടത്തില് വളരെ പരിമിതമായിട്ട് മാത്രമേ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയുള്ളൂ. അത് ഒരു ചെറിയൊരു അശ്രദ്ധ ഉണ്ടായി പോയാൽ കുഞ്ഞ് എവിടെങ്കിലും വീണുപോയി കൈക്കോ കാലിനോ തലക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ക്ഷതയേറ്റ് അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളൊക്കെ ഉള്ളതായി മാറും. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി എല്ലാ നിലക്കും ഫോക്കസ് കുഞ്ഞിന് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു കുഞ്ഞിനെ പരിചരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തില് ഉദ്യോഗസ്ഥകളും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആയ സ്ത്രീകള് ഇരട്ടിയിലേറെ ഭാരം ചുമക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തില് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നല്ല അവരുടെ സ്വാതന്ത്ര്യം എന്നത് ഒരു കുഞ്ഞാകുന്നതോടുകൂടി ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ആ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ആ സാഹചര്യം ആസ്വദിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക എന്നതല്ലാതെ ഒന്ന് സ്വതന്ത്രമായി ഇൻഡിപെൻഡന്റ് ആയി നിലനിൽക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്നത് പൂർണ്ണമായിട്ട് തന്റെ ശ്രദ്ധയും സമയവും ഒക്കെ വേറെ എന്തിലേക്കെങ്കിലും തിരിച്ചു വെക്കുക എന്നതൊന്നും ഒരിക്കലും സാധിക്കാത്ത വിധത്തിൽ ബൗണ്ട് ആവുന്നുണ്ട് ഓരോ ഉമ്മയും. ഇതാണ് വസ്തുത. അപ്പോ ഈ കാര്യമാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരത്തിന് മേൽ ഭാരമായിട്ട് അവശതക്ക് മേൽ അവശതയായിട്ട് കുഞ്ഞിനെ ഗർഭം ചുമന്നുകൊണ്ടാണ് അവള് കഴിയുന്നത്. പിന്നീട് 2 വർഷം നീണ്ടു നിൽക്കുന്ന ഫിസാലാണ്. ഫിസാൽ എന്ന വാക്കിന് ശരിക്കും അർത്ഥം മുലകുടി മാറ്റൽ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം അതാണ്. അത് വേർപിരിക്കൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഈ മുലപ്പാല് കുടിക്കുന്ന ആ ബന്ധം വേർപിരിക്കലാണ് ഫിസാല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സാധാരണഗതിയിൽ നമ്മള് ആ കുഞ്ഞിന്റെ മുലകുടി പ്രായം 2 വർഷമാണ് എന്നാണ് അർത്ഥം പറയാറുള്ളത്. ഭാഷാപരമായി ഫിസാൽ എന്ന് പറഞ്ഞാല് ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള മുലകുടി ബന്ധം അവസാനിപ്പിക്കലാണ്. ആ പദത്തിന്റെ സൂചന അതാണ്. എന്നിട്ട് അള്ളാഹു നൽകിയ ഉപദേശം എന്താണ്? മാതാപിതാക്കളുടെ കാര്യത്തില് ആണ് അള്ളാഹു മനുഷ്യന് ഉപദേശം നൽകിയിട്ടുള്ളത്. അവന്റെ ഉമ്മ അവനെ അവശതക്ക് മേൽ അവശതയുടെ അവസ്ഥയിൽ ചുമന്ന് നടന്നു 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മുലയൂട്ടൽ പ്രക്രിയക്കും നേതൃത്വം നൽകി. എന്നിട്ടോ അതുകൊണ്ട് അള്ളാഹു തുടർന്ന് പറയാണ്, അനിഷ്കുർലി വലിവാലിദൈക്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, മനുഷ്യൻ എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. നീ എന്നോട് നന്ദിയുള്ളവനാകണം. അനിഷ്കുർലി, അതോടൊപ്പം വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കളോടും കൃതജ്ഞത കാണിക്കുന്നവനായിട്ട് മാറണം. ഇതാണ് അള്ളാഹുവിന്റെ ഉപദേശം. മനുഷ്യന് എല്ലാ ഭൂപ്രദേശങ്ങളിലുമുള്ള എല്ലാ കാലഘട്ടത്തിലെയും മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള ഉപദേശം, നിന്റെ മാതാപിതാക്കളോട് കൃതജ്ഞതയുള്ളവനായിരിക്കണം നീ എന്ന്. അവരോട് നന്ദികേട് കാണിക്കുന്ന, അവരോട് അസംതൃപ്തിയോ അല്ലെങ്കിൽ വെറുപ്പോ പ്രകടിപ്പിക്കുന്ന ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ചിലയിടത്ത് വലാ തഖുല്ലഹുമ ഉഫിൻ എന്ന് സൂചിപ്പിച്ച് കാണാൻ കഴിയും. ഒരു വെറുപ്പുളവാക്കുന്ന ഒരു വാക്കുപോലും അവരോട് നീ ഉച്ചരിക്കരുത് എന്നാണ്
അത് സംബന്ധമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുപോലെ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാല് മാതാപിതാക്കളോട് അവരോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള സമ്പർക്കത്തിലും ഇടപഴകലിലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങളുടെ കാര്യത്തിലും ബാധ്യതാ നിർവഹണത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ നീ കൃതജ്ഞത പ്രകടമാവുന്ന ഒരു പെരുമാറ്റം കാഴ്ചവെക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിന്റെ മുമ്പായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അനിഷ്കുർലി എന്നാണ്. ഏത് മാതാവായാലും പിതാവായാലും കുഞ്ഞിന് ജന്മം നൽകുന്ന ആ പ്രക്രിയയിൽ അവർക്കുള്ള പങ്ക് താരതമ്യേന അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമം അനുസരിച്ച് അങ്ങനെ പോവുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് പിറവിയെടുക്കുന്നതിന് ഉത്തരവാദിയായത്, അവന് രൂപകൽപ്പന നൽകപ്പെടുന്നത്, അവന്റെ ശരീരത്തിന് രൂപകൽപ്പന നൽകപ്പെടുന്നത്, അവന്റെ ചിന്തയെ രൂപപ്പെടുത്തുന്നത്, അവന്റെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്നത്, ഇതൊക്കെ തന്നെ അള്ളാഹുവാണ് ചെയ്യുന്നത്. സ്രഷ്ടാവായ റബ്ബിനോടാണ് മനുഷ്യന് കൃതജ്ഞതയുടെ കടപ്പാട് ഏറ്റവും ഏറെ ഉള്ളത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മാതാപിതാക്കൾ തീർച്ചയായിട്ടും പരിഗണനയും പരിചരണവും അതുപോലെ ഒക്കെ കടപ്പാടുകളൊക്കെ കാണിക്കപ്പെടേണ്ടവർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ മനുഷ്യന്റെ ഒന്നാമത്തെ കടപ്പാട് റബ്ബിനോടാണ്. റബ്ബിനെ തിരിച്ചറിയുകയും അവനെ അംഗീകരിക്കുകയും അവന് വിധേയത്വം നൽകുകയും ചെയ്യുന്ന ഒരാളിന് മാത്രമേ മാതാപിതാക്കളോട് ശരിയായ കടപ്പാട് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്ന മനുഷ്യനുള്ള ഉപദേശമായിട്ട് നിർദ്ദേശിക്കുന്നത് അനിഷ്കുർലി, നീ എന്നോട് കൃതജ്ഞതയുള്ളവനാകണം, എന്നോട് നന്ദിയുള്ളവനാകണം. അതേപോലെ തന്നെ വാലിദൈക, നിന്റെ മാതാപിതാക്കളോടും നീ കടപ്പാട് കാണിക്കുന്നവനാകണം, നന്ദി കാണിക്കുന്നവനാകണം, ശുക്രുള്ളവനാകണം. വാലിദൈക. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് ഇലയ്യൽ മസീർ, നിന്റെ മടക്കം എന്റെ അടുക്കലേക്കുമാണല്ലോ എന്നാണ്. എല്ലാവരും മരിച്ച് മടങ്ങുന്നത്, മരണശേഷം അവന്റെ ആത്മാവ് തിരിച്ചയക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. ഇലയ്യൽ മസീർ, യാത്രയുടെ മടക്കം, യാത്രയുടെ ലക്ഷ്യം, ജീവിതയാത്ര പര്യവസാനിക്കുന്നത് എന്നിലാണല്ലോ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്റെ അടുക്കലേക്കാണ് നിനക്ക് തിരികെ എത്താനുള്ളത്. അതുകൊണ്ട് പ്രാഥമികമായ അടിസ്ഥാനപരമായ കടപ്പാട്, ബാധ്യത, കൃതജ്ഞത ഒക്കെ അള്ളാഹുവിനോടാണ് നിർവഹിക്കപ്പെടേണ്ടത്. അതിന്റെ തൊട്ടുടനെയായിട്ട് അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത് മാതാപിതാക്കളെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്ന ശിർക്ക്, നന്ദികേട് കാണിക്കുന്ന ശിർക്ക് ആരെങ്കിലും ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമാവുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഏറ്റവും വലിയ പാപമായിട്ട് മാറുന്നത് മാതാപിതാക്കളോട് കാണിക്കുന്ന നന്ദികേടാണ്. റുഖൂഖുൽ വാലിദൈനാണ്. റുഖൂഖല്ല, ഐനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റുഖൂഖുൽ വാലിദൈൻ എന്നത് ഏറ്റവും വലിയ പാപമാണ്. അത് ശിർക്ക് ചെയ്യുന്നതിന്റെ തൊട്ടു ചുവടെയായിട്ട് വരുന്ന പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രതിബദ്ധതയും കടപ്പാടും അള്ളാഹുവിനോടാണ്, അതിനെ തുടർന്ന് മാതാപിതാക്കളോടുമാണ്. ഈ ഹയറാർക്കി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് അനുസരണം ഇല്ല. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന വിധത്തിൽ മാതാപിതാക്കളോട് വിധേയത്വം കാണിക്കേണ്ടതില്ല. അത് തുടർന്ന് ഉള്ള ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. നമ്മളിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുലയൂട്ടൽ കാലം 2 വർഷമാണ് എന്നതിവിടെ പരാമർശിച്ചല്ലോ. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനില് ഹൗലൈനി കാമിലൈൻ എന്ന് പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അത് സൂറത്തുൽ ബഖറയിലെ 233 ആയത്തിൽ വൽ വാലിദാത്തു, മാതാക്കൾ യുർദിഉന ഔലാദഹുന്ന, അവരുടെ മക്കൾക്ക് മുലയൂട്ടണം. ഹൗലൈനി കാമിലൈൻ, 2 വർഷങ്ങൾ. ലിമൻ അറാദ അൻ യുതിമ്മ റളാ, മുലയൂട്ടല് പൂർത്തിയാക്കി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവര്, അങ്ങനെ കരുതുന്നവര് 2 വർഷമാണ് അവർക്ക് മുലയൂട്ടേണ്ടത് എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. ഈ 2 ആയത്തുകളുടെയും അടിസ്ഥാനത്തില്
പണ്ഡിതന്മാര് മുലയൂട്ടൽ കാലം 2 വർഷമാണ് എന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്ര വിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോ മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനില് ഇങ്ങനെയും കാണാം, വഹംലുഹു വഫിസാലുഹു സലാസൂന ഷഹ്റ എന്ന്. അവനെ ചുമന്ന് നടക്കലും അവന് മുലകുടി മാറ്റലും ഉൾപ്പെടെയായിട്ട് 30 മാസങ്ങളാണ് എന്ന് പറയുന്നത് കാണാം. 2 വർഷത്തെ മുലയൂട്ടലിന് 24 മാസങ്ങൾ വരെയാണ്. പിന്നീട് ഗർഭം ചുമക്കുന്നതിന് ഒരു 6 മാസമേ അവിടെ ബാക്കിയുള്ളൂ. അപ്പോ യഥാർത്ഥത്തില് ഗർഭം ചുമക്കുന്ന കാലം 10 മാസം ഉണ്ടല്ലോ. അപ്പോ എന്താണിത്, ഇതിന്റെ ഗണിതം ഇങ്ങനെ ആയിപ്പോയത് എന്നത് ചിലര് സംശയം ഉന്നയിക്കാറുണ്ട്. 30 മാസങ്ങളാണ് കുഞ്ഞിനെ ഗർഭം ചുമക്കലും മുലയൂട്ടലുമായിട്ട് ഉള്ളത് എന്ന് ഖുർആൻ പറയുന്നു. ഇത് സംബന്ധമായിട്ട് പലരും ആലോചനകൾ വളരെ ആഴത്തിലുള്ള തദബ്ബുർ തന്നെ നടത്തിക്കൊണ്ട് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയത് കാണാൻ സാധിക്കും. മുലയൂട്ടൽ പ്രായം 2 വർഷമാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ ഗർഭം ചുമക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ആദ്യത്തെ 4 മാസം ഖുർആൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ നേർത്ത ഒരു ഭാരം മാത്രമാണ് മാതാവ് ചുമക്കുന്നത്. ഗർഭം ചുമക്കുക എന്ന് പറയുന്നതിൽ അങ്ങനെ മാതാവിന് പോലും അറിയാൻ മാത്രമുള്ള ഒരു ഭാരമൊന്നും അവിടെ രൂപപ്പെട്ടിട്ടില്ല. 4 മാസം തികയുന്നതോടുകൂടിയാണ് കുഞ്ഞില് ജീവന്റെ തുടിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങും. കുഞ്ഞിന്റെ വളർച്ച പിന്നീട് ക്രമാനുഗതമായ വിധത്തിൽ സംഭവിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അതുവരെ ഒരു മാംസപിണ്ഡമായിട്ടുള്ള വളർച്ച മാത്രമാണ് ഉണ്ടാവുന്നത്. ജീവന്റെ തുടിപ്പ് ഉണ്ടാവുന്നത് ഈ 4ാമത്തെ മാസത്തിലാണ്. അതുപോലെ റൂഹ് നിക്ഷേപിക്കപ്പെടുന്നത് ആ 4 മാസം തികയുന്ന ഘട്ടത്തിലാണ് എന്നൊക്കെ ഹദീസുകളിലൊക്കെ അതിന്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. അപ്പോ ഒരാളെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ഫോർമേഷന്, ആ കുഞ്ഞിന്റെ ഒരു അസ്തിത്വം അംഗീകരിച്ചു തുടങ്ങുന്നത് ഈ 4 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ്. തുടർന്നുള്ള 6 മാസമാണ് യഥാർത്ഥത്തില് ഈ ഗർഭം ചുമക്കുന്ന കാലം എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അബോർഷനുമായി, ക്ലിനിക്കൽ അബോർഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞന്മാര് എന്തെങ്കിലും അവിഹിത ഗർഭം പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായാല് ആ ഗർഭം അലസിപ്പിക്കാവോ ഇല്ലേ എന്ന ഒരു വിഷയത്തില് പലരും ചൂണ്ടിക്കാണിക്കുന്നത് 4 മാസം തികയുന്നതിന് മുമ്പുള്ള എംബ്രിയോ ആണെങ്കിൽ അങ്ങനെ ആലോചിക്കാവുന്നതാണ് എന്നതാണ് ചിലർ ചൂണ്ടിക്കാണിക്കാറുള്ളത്. അത് തന്നെ യോജിപ്പോടുകൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമല്ല. അതിൽ വലിയ അഭിപ്രായ ഭിന്നത ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്തായാലും 4 മാസം പിന്നിട്ട ശേഷം ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും യോജിക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ഒരു പോയിന്റ്. അത് പാടില്ല. 4 മാസം പിന്നിട്ടതിന് ശേഷം അള്ളാഹു റൂഹ് നൽകി ജീവന്റെ തുടിപ്പ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ക്ലിനിക്കൽ അബോർഷൻ ചെയ്യുന്നത് കുറ്റകരമായ കൊലപാതകം തന്നെയാണ് എന്ന നിലക്കാണ് ഇസ്ലാമിക പണ്ഡിതന്മാര് യോജിപ്പോടുകൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുപോലെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമില് ഒരു കുഞ്ഞിന് സ്വന്തം ഉമ്മയല്ലാത്ത വേറെ ചിലരും മുലയൂട്ടുന്ന ഒരു സാധ്യത അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മുലയൂട്ട് ഉമ്മമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ അങ്ങനെ മുലയൂട്ടിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ പരാമർശം കാണാൻ കഴിയും. അപ്പോ മുലയൂട്ട് ബന്ധം എന്നത് രക്തബന്ധം പോലെ പവിത്രമായ ഒരു സംഗതിയായിട്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആൻ അത് സംബന്ധമായ വെളിപ്പെടുത്തലുകളും നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് പക്ഷേ ഈ മുലയൂട്ട് ഏത് കാലത്ത് നടന്ന മുലയൂട്ടലിനാണത് ഇങ്ങനെയുള്ള മുലയൂട്ട് ബന്ധമായിട്ട് പരിഗണിക്കപ്പെടുക എന്നൊരു വിഷയം ഉയർന്നു വരുന്നുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും യോജിപ്പോടുകൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഖുർആൻ നിർദ്ദേശിച്ച 2 വർഷത്തെ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ 2 വയസ്സ് തികയുന്നത് വരെയുള്ള കാലത്തുള്ള മുലയൂട്ടൽ മാത്രമേ
ഈ മുലയൂട്ടൽ ബന്ധം സ്ഥാപിതമാവാൻ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നതാണ്. അതിനുശേഷം ഏതെങ്കിലും കുഞ്ഞിന് അങ്ങനെ മുലയൂട്ടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുലയൂട്ട് ബന്ധം കാരണമായിട്ടുള്ള നിബന്ധനകൾക്ക് പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാല് മുലയൂട്ടിയ സ്ത്രീയുടെ മക്കള് ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം നിഷിദ്ധമായ ആളുകളാണ്, സഹോദരന്മാരെ പോലെ തന്നെയാണ്. അത് വിവാഹം അവർക്ക് നിഷിദ്ധം ആണ് അവർ തമ്മിൽ. അപ്പോ വിവാഹത്തിന്റെ നിഷിദ്ധത പോലെയുള്ള സംഗതികള് സ്ഥാപിതമാവുന്നത് ഈ 2 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള മുലയൂട്ടലിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം അത് സാധ്യമാണോ ഉണ്ടാവുമോ എന്നതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷെ ഇൻ കേസ് അങ്ങനെ ഉണ്ടായാൽ ഈ ഇത്തരം നിഷിദ്ധതകളും നിബന്ധനകളും ഒന്നും അതിന് ബാധകമാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ യോജിപ്പോടുകൂടി നടത്തുന്ന നിരീക്ഷണം ഇത് സംബന്ധമായിട്ട്. അപ്പോ 2 വർഷം ആണ് കുഞ്ഞിന്റെ മുലയൂട്ടൽ കാലം, അതുപോലെ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന ഗർഭകാലം എന്നതും. ഇതൊക്കെ തന്നെ ഈ 2 സംഗതികൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യ സന്തതി തന്റെ മാതാവിനോടും അങ്ങനെ മാതാവിന് സൗകര്യം ചെയ്തു കൊടുത്ത പിതാവിനോടും കടപ്പാടുള്ളവനാണ്, പ്രതിബദ്ധത കാണിക്കേണ്ടവനാണ്, ശുക്ർ കാണിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് അള്ളാഹുവിടെ വളരെ ഖണ്ഡിതമായിട്ട് പറയുന്ന കാര്യം. പക്ഷെ കൃതജ്ഞത, നന്ദി, ശുക്ർ കാണിക്കേണ്ടത് ഒന്നാമതായി സ്രഷ്ടാവായ റബ്ബിനോട് തന്നെയാണ് എന്നതുമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഗതി. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അള്ളാഹുവിന്റെ ഇടപെട്ടുകൊണ്ടുള്ള ഈ സംസാരം ഈ ആയത്തിൽ പൂർണ്ണമാവുന്നില്ല. അതിന്റെ ബാക്കി ഭാഗം അടുത്ത ആയത്തിൽ നമുക്ക് അടുത്ത ദിവസം വായിക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാസർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.